കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാം എല്ലാവരും അതിൻ്റെ റിസൾട്ട് കാത്തു നിൽക്കുന്ന ഒരു വേളയിലാണ്. മെയ് 4-ാം തീയതിയാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത്രയും വൈകാനായിട്ട് കാരണം തമിഴ്നാട്, ആസാം, ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ കൂടി റിസൾട്ട് ഒരുമിച്ച് വരുന്നതിന് വേണ്ടിയാണ് ഇത്രയും വൈകുന്നത്. ഒപ്പം തന്നെ എക്സിറ്റ് പോളുകൾ പോലും പുറത്തുവിടാനായിട്ടുള്ള അനുവാദമില്ല. അതിന് കാരണം മറ്റു സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ആ എക്സിറ്റ് പോളിന്റെ ഫലം സ്വാധീനിക്കപ്പെടും എന്നതിന്റെ പേരിലാണ് എക്സിറ്റ് പോളുകളൊന്നും പുറത്തു വരാത്തത്. എന്നിരുന്നാൽ കൂടി അനൗപചാരികമായിട്ട് ഈ തെരഞ്ഞെടുപ്പില് UDF ജയിച്ചു എന്ന മട്ടേനെയാണ് കേരളത്തിൽ നടക്കുന്ന പല ചർച്ചകളും. ഒരുപക്ഷെ മെയ് 4 വരെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായികയില്ല എന്നും ഇടത് കോട്ടകളിലും അവരുടെ ലോബികളിലൊന്നും തന്നെ അവർക്ക് വിജയം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസവുമില്ല. അവർ ഇത്തവണ തോൽവി അംഗീകരിച്ച മട്ടിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസരത്തിൽ മെയ് 4-ാം തീയതി വരെ ഇനിയിപ്പോൾ അത്ഭുതം ഉണ്ടാക്കി അന്നങ്ങാനും വേറെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും UDFലും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിലും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നു. പലതരത്തിലും പല കോണുകളിൽ നിന്നും ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങളും അവകാശവാദങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. അതില് KC വേണുഗോപാലാണ് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ്. അദ്ദേഹം പ്രമുഖനാകുന്നത് അദ്ദേഹത്തിന് ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയും ഗാന്ധി കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ്. അദ്ദേഹം ആ ഒരു സ്ഥാനത്തിന് വേണ്ടി അധികം ആയിട്ട് അതിന് എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അതിന് അർഹതപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ശ്രീമാൻ VD സതീശനാണ്. കാരണം VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുന്നോട്ട് നയിച്ച വ്യക്തിത്വം. അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വലിയൊരു സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് ഒട്ടനവധി പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വളരെ ദശാബ്ദങ്ങളോളം പ്രവർത്തിച്ചപ്പോഴും ഒരിക്കലും സ്ഥാനമാനങ്ങൾ അദ്ദേഹം ലഭിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹം ഈ ഒരു ദിവസത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു ഇതായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു അവസാന സമ്മാനം ലഭിക്കേണ്ട കാലം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്നാൽ ആ ഒരു ദിവസം വന്നപ്പം മൽപിടുത്തങ്ങൾ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കെ സുധാകരൻ മുതല് പല വ്യക്തിത്വങ്ങളും, ഇപ്പുറത്തെ ഭാഗത്ത് മുഹമ്മദ് ഷിയാസ്, അവരൊക്കെ അവരുടേതായ രീതിയിലുള്ള ഇതുകൾ പറയുന്നുണ്ട്. ഓൺലൈൻ പോസ്റ്റിങ്ങുകൾ കുറെ നടക്കുന്നുണ്ട്. KC വേണുഗോപാലിന് വളരെ വലിയൊരു സ്വാധീന വലയം ഉണ്ട്. സ്വാധീന വലയം കാരണം അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം MLA-മാരെയൊക്കെ തീരുമാനിച്ചത് അദ്ദേഹമാണ്. എന്നിരുന്നാൽ കൂടി ശ്രീമാൻ VD സതീശന് അവകാശപ്പെട്ടതാണ്. VD സതീശൻ ത്രിമൂർത്തികൾ, അതായത് VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ AK ആന്റണി ഈ ഒരു പ്രദേശം വിട്ട് പോയ സമയം, അതായത് അദ്ദേഹം ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെട്ട സമയത്ത് ഉമ്മൻചാണ്ടി അധികാരം ഏറ്റെടുക്കുമ്പോൾ മുതൽ VM സുധീരൻ അദ്ദേഹത്തിന്റെ കൂടെ ആന്റണി ഗ്രൂപ്പിലായിരുന്നു. മുമ്പ് കരുണാകരനും ആന്റണിയൊക്കെ ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ആന്റണി ഗ്രൂപ്പിൽ നിന്നിരുന്നു. അത് കഴിഞ്ഞ് ആന്റണി പോയി കഴിഞ്ഞപ്പോൾ VM സുധീരനൊപ്പം TN പ്രതാപനോടൊപ്പം, തൃശ്ശൂർ MP ആയിരുന്ന TN പ്രതാപനോടൊപ്പം VM സുധീരന്റെ കൂടെ നിന്ന് അങ്ങനെ ഒരു കൂറുമുന്നണി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ A ഗ്രൂപ്പുകാരനാണെങ്കിൽ അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. VM സുധീരന്റെ ഒപ്പം നിന്നിരുന്ന വ്യക്തിത്വമാണ് ശ്രീമാൻ VD സതീശൻ. അദ്ദേഹം ഞാറക്കൽ സ്വദേശിയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ചെറായിലെ മുനമ്പം പ്രദേശത്തെ വഖഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് വളരെയധികം ഞാൻ
എതിർപ്പുകളുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ വി എം സുധീരൻ. പക്ഷെ അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹം ഒരിക്കലും ഒരു സാമുദായിക സംഘടനകളുടെയും പഠിക്ക് പോയിട്ട് അദ്ദേഹം അങ്ങനെ ഒരു അവരെ സുഖിപ്പിക്കുന്ന പരിപാടിക്ക് പോകുന്ന ഒരു വ്യക്തിത്വമല്ല വി ഡി സതീശൻ. അതിപ്പോ മുസ്ലിം ലീഗിൽ തന്നെ അതിനോടൊപ്പം ഒരു എതിർപ്പുണ്ട്. കാരണം ഇപ്പോ ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരനാണെങ്കിലും പാണക്കാട് ചെന്ന് അവരുമായിട്ട് സമ്പർക്കം പുലർത്തി അവർക്ക് കൂടുതൽ ഇത് നൽകുന്ന അറ്റൻഷൻ നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങളായിരുന്നു കോൺഗ്രസിൽ നിലനിന്നിരുന്നത്. എന്നാൽ വി ഡി സതീശനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു നിലപാടുള്ള ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പോയിട്ട് അതിപ്പോ NSS ആസ്ഥാനാണെങ്കിലും വെള്ളോപ്പള്ളി നടേശനാണെങ്കിലും മറ്റു മതമേലധ്യക്ഷന്മാരോ സ്ഥാപനങ്ങളാണെങ്കിൽ കൂടി അവിടെ പോയി ആരെയും പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തിത്വമല്ല വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്. തന്നെയുമല്ല, എന്നിട്ട് പോലും ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീന വലയം സൃഷ്ടിക്കാൻ സാധിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ. ആ ഒരു വ്യക്തിത്വത്തിന്റെ പേരിലാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ജയിക്കുകയാണെങ്കിലും അതിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഇതില് വടക്കുനിന്ന് വരുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ വോട്ടുകളാണ്, മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളാണ്. എന്നിരുന്നാൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ വി ഡി സതീശന്റെ പേഴ്സണാലിറ്റി ഇതിൽ വളരെയധികം കളിച്ചിട്ടുണ്ട് ഈ ഇതില്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ആ ഒരു വിജയത്തിന് അവസാന നിമിഷം വന്ന് KC വേണുഗോപാലോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സീനിയോറിറ്റിയുടെ പേരിലോ അതല്ലെങ്കിൽ ഡൽഹിയിലുള്ള സ്വാധീനത്തിന്റെ പേരിലോ പിടിച്ചെടുത്താല് അത് കേരളത്തില്, കാരണം അവർക്ക് UDF കിട്ടുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചോളം ശരിയായിട്ടൊരു നിലപാടല്ല. നമ്മളത് നോക്കിയിരുന്ന് കാണുക തന്നെ വേണ്ടി വരും എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം. ഒരു പക്ഷെ ഭീതം വെക്കലായിരിക്കും ഭൂരിപക്ഷവും സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു മുഖ്യമന്ത്രി സീറ്റ് 2 കൊല്ലം 2 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം ഒക്കെ വെച്ച് വീതം വെക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇതൊരു വലിയൊരു അവസരമാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം. കാരണം ഇനി എപ്പോഴാണ് അധികാരം ലഭിക്കുക, തന്നെയല്ല BJPയുടെ സ്വാധീനം വളർന്നു വരുന്നു, ത്രികോണ മത്സരങ്ങൾ നടക്കുന്നു, ആരാണ് എപ്പോഴാണ് അധികാരത്തിൽ വരിക എന്നുള്ളത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉരുതിരിഞ്ഞു വരുന്ന മാറ്റങ്ങള്. അപ്പൊ ഈ ഒരു എലക്ഷന്റെ ഇത് കാരണം അദ്ദേഹം വളരെയധികം ജനങ്ങളുമായിട്ട് വളരെ എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എതിർപ്പുകൾ സർവ്വസാധാരണമാണ്. അപ്പൊ UDF വരാണെങ്കിൽ അത് വി ഡി സതീശന് അവകാശപ്പെട്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. തന്നെയല്ല, അത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാല് ശ്രീമാൻ വി ഡി സതീശന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ മാതിരി 100 സീറ്റുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ 100 സീറ്റ് ലഭിച്ച് അതിലൊരു 15-20 മാത്രമാണ് മുസ്ലിം ലീഗിൽ എന്നുണ്ടെങ്കിൽ 71-72 സീറ്റ് കോൺഗ്രസിന് മറ്റേ PJ ജോസഫിന്റെ പാർട്ടിക്കും കേരള കോൺഗ്രസ് അങ്ങനെയുള്ള പാർട്ടികൾക്കും കൂടി ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് മാത്രമായിട്ട് ലഭിക്കുകയാണെങ്കിൽ ശ്രീമാൻ വി ഡി സതീശന് ഒട്ടനവധി കാര്യങ്ങൾ ആരെയും മുഖം നോക്കാതെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ്.